കേരളത്തിന്റെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നാണ് ഓണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു. വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയായ ഓണം ചിങ്ങമാസത്തിലാണ് വരുന്നത്. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രത്തിൽ തുടങ്ങി തിരുവോണനാളിൽ പ്രാധാന്യത്തോടെ ഓണാഘോഷങ്ങൾ നടത്തി അത് ചതയൻ നാൾ വരെ നീളുന്നു. കർക്കിടക മാസത്തിനു ശേഷമുള്ള തെളിഞ്ഞ ചിങ്ങമാസത്തിലാണ് വിദേശ കപ്പലുകൾ പണ്ട് വ്യാപാരത്തിനായി കേരളക്കരയിൽ കൂടുതലായി അടുത്തിരുന്നത്. സ്വർണം കൊണ്ടുവന്നിരുന്ന ഈ മാസത്തെ പൊന്നിൻ ചിങ്ങമെന്നും ഓണത്തെ പൊന്നോണമെന്നും വിളിക്കാൻ കാരണമിതാണ്. അങ്ങനെ വിളവെടുപ്പിന്റെയും വ്യാപാരത്തിന്റെയും കാലമായി ഓണത്തെ കണക്കാക്കാം. കാലത്തിന്റെ കടന്നുപോക്ക് ഓർമ്മകളെ മനോഹരമാക്കുന്നു. കഴിഞ്ഞുപോയ ഓണക്കാലത്തെ നാം അടുത്തതിന്റെ തയ്യാറെടുപ്പുകൾക്കിടയിൽ മാധുര്യത്തോടെ ഓർക്കുന്നു. പഴയകാല ഓണത്തിന്റെ പകിട്ടിനെക്കുറിച്ചും ഓണക്കാല അനുഷ്ഠാനങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ എപ്പിസോഡ്. 36 വർഷം അധ്യാപന രംഗത്ത് മികച്ച സേവനം കാഴ്ചവെച്ച് പ്രഥമ അധ്യാപകനായി വിരമിച്ച് കലാസാംസ്കാരിക മേഖലകളിൽ ധാരാളം സംഭാവനകൾ നൽകി സാഹിത്യമേഖലയിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് തെക്കുംഭാഗം VM രാജമോഹൻ സാർ. കുട്ടിക്കാലത്തെ ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ സംസ്കാരത്തിന്റെയും ഒത്തൊരുമയുടെയും പ്രതീകമായ ഓണസദ്യ, കുടുംബങ്ങളിലെയും സർക്കാർ സാംസ്കാരിക സ്ഥാപനങ്ങളിലെയും ഓണാഘോഷ പരിപാടികൾ എന്നിവയെപ്പറ്റി അദ്ദേഹം വിശദമായി സംസാരിക്കുന്നു. എല്ലാ റേഡിയോ ബെൻസിഗർ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ VM രാജമോഹൻ, കൊല്ലം ജില്ലയിലെ ചവറ തെക്കുംഭാഗം ഗ്രാമത്തിൽ താമസിക്കുന്നു. മലയാളികളുടെ മധുരോദാരമായ വികാരമാണ് ഓണം. ലോകത്തിന് മലയാളനാട് സമ്മാനിച്ച അതിമഹത്തായ മാതൃകാപരമായ ഒരു ഉത്സവമാണ് ഓണം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നെന്നും ഇനിയും വേർതിരിവുകളില്ലാത്ത അങ്ങനെ ഒരു കാലം വരണമെന്നും ഉള്ള സന്ദേശം പകരുന്ന മറ്റധികം ഉത്സവങ്ങൾ ഈ ലോകത്തില്ല. അതുകൊണ്ട് തന്നെ മലയാളി എന്ന നിലയിൽ അഭിമാനത്തോടെ തന്നെ നമുക്ക് ഈ ഓണത്തെ വരവേൽക്കാം. എൻ്റെ ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് 50-ലേറെ വർഷത്തെ പഴക്കമുണ്ട്. 1970-കളുടെ ആദ്യമുള്ള ഓണക്കാലമാണ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. അന്ന് ഓണത്തിനുള്ള ഒരുക്കം തുടങ്ങുന്നത് കർക്കിടക മാസം അവസാനിക്കുമ്പോഴേക്കും. ഇന്നത്തെ പോലെ കാലാവസ്ഥയുടെ താളം ഒന്നും തെറ്റിയിട്ടില്ലാത്ത ഒരു കാലത്ത് കർക്കിടകം അവസാനമാകുമ്പോഴത്തേക്ക് ഒരു ഉണക്ക് വരും, അതായത് മഴയില്ലാത്ത ദിവസങ്ങൾ. അപ്പോഴേ ഓണത്തിന് വേണ്ടി വിറകൊക്കെ ആളുകൾ ശേഖരിച്ച് കീറി ഉണക്കി സൂക്ഷിക്കുന്ന പരിപാടിയൊക്കെ ആരംഭിക്കും. അന്ന് ഗ്യാസ് അടുപ്പും മണ്ണെണ്ണ സ്റ്റൗവും ഒന്നും വ്യാപകമല്ലല്ലോ. വയലുകൾ ധാരാളം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. വയലുകളിലെ കൊയ്ത്തുമൊക്കെ നടക്കും. കൊയ്ത നെല്ലൊക്കെ സൂക്ഷിച്ചു വെക്കും. ചെടികളിലെല്ലാം ധാരാളം പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ്. പ്രകൃതി തന്നെ ഓണത്തിന് വേണ്ടി അണിഞ്ഞൊരുക്കുന്ന ഒരു കാലം. ഒരു തരം തുമ്പികൾ ആ കാലത്ത് ഇങ്ങനെ ശബ്ദമുണ്ടാക്കും. ആ തുമ്പികളെ നമ്മൾ ഓണത്തുമ്പികൾ എന്നാണ് വിളിക്കുന്നത്. ഓണം വരവായി എന്നവർ വിളിച്ചു പറയുകയാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. ഓണത്തിൻ്റെ സമയം തുടങ്ങുമ്പോൾ തന്നെ ഊഞ്ഞാലുകൾ ഇടാൻ തുടങ്ങും. ഊഞ്ഞാലിടാൻ പറ്റിയ മരച്ചില്ലകളുള്ള എല്ലാ വീട്ടിലും ഊഞ്ഞാലിടും. അല്ലെങ്കിൽ ഊഞ്ഞാലുള്ള വീട്ടിൽ അയലത്തെ കുട്ടികളും കൂടെ പോയിരുന്ന് ആടും. അന്ന് ഇത്രയധികം വീടുകളില്ല, ഒഴിഞ്ഞ ധാരാളം പറമ്പുകളുണ്ട്. കുട്ടികൾക്ക് ഒത്തുകൂടാനൊക്കെയുള്ള ധാരാളം സ്ഥലങ്ങളും അന്നുണ്ടായിരുന്നു. ഇന്ന് സ്ഥലങ്ങൾ വളരെ കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഊഞ്ഞാൽ ഒരു പുതിയ കാര്യമല്ല, എപ്പോൾ വേണമെങ്കിലും ഊഞ്ഞാലിടാം. ചില വീടുകളിൽ സ്ഥിരമായിട്ട് ഊഞ്ഞാലുണ്ട്. പക്ഷേ പണ്ട് അങ്ങനെയല്ല, ഓണത്തിന് മാത്രമേ ഊഞ്ഞാലിടൂ. ഓണം കഴിഞ്ഞ് കന്നിമാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഊഞ്ഞാൽ അഴിച്ചു വെക്കുകയും ചെയ്യും. ഊഞ്ഞാലാടാൻ എല്ലാവർക്കും വലിയ കൊതിയാണ്. ഊഞ്ഞാലാടുമ്പോഴുള്ള ആ ഒരു കാറ്റും ഇളം കാറ്റും അതിൻ്റെ രസവും ഒക്കെ പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ചെറിയ ഊഞ്ഞാലുണ്ട്, വലിയ ഊഞ്ഞാലുമുണ്ട്. ചെറിയ ഊഞ്ഞാലിന് മടലൊക്കെ കൊണ്ട് കെട്ടി ഇടുന്നതാണ്. വലിയ ഊഞ്ഞാലിൻ്റെ ഒലക്കയും ചെറിയ പലകയൊക്കെ വെച്ചാണ് വലിയ ഊഞ്ഞാലിടുന്നത്. വലിയ ഊഞ്ഞാൽ പൊട്ടിപ്പോകാതിരിക്കാൻ ഇപ്പോഴത്തെ റോപ്പ് മാതിരിയുള്ള വടം തന്നെ വേണം. അങ്ങനെയുള്ള ഊഞ്ഞാലുകൾ വലിയ വീടുകളിൽ ഇടത്തുള്ളൂ. അവിടെ കുട്ടികൾ മാത്രമല്ല വലിയവരും വന്ന് ഊഞ്ഞാലിടും, പ്രധാനമായിട്ടും അമ്മമാർ. ഊഞ്ഞാലോ പാണ്ടിയാലോ പാണ്ടിയമ്മ മൊട്ടയിട്ടേ എന്നൊക്കെയുള്ള പാട്ടൊക്കെ പാടും. ഈ മുട്ടയിടുക എന്ന് പറയുന്നത് ഊഞ്ഞാൽ വളരെ വേഗത്തിൽ ആട്ടുന്നതാണ്. ഒരാൾ ആട്ടിക്കൊടുക്കണം, കാലുകുത്തി ആട്ടുന്നതല്ല. അങ്ങനെ ആട്ടുമ്പോൾ ആട്ടി അങ്ങ് ആകാശം മുട്ടത്തക്ക രീതിയിൽ പൊക്കി ആട്ടുന്നതാണ് മുട്ടയിടുക എന്ന് പറയുന്നത്. അങ്ങനെ മുട്ടയിടുന്ന ആൾ
ആട്ടി ആട്ടി ആ അടിയിൽ കുടങ്ങ് നൂണങ്ങ് അപ്പുറത്ത് പോകും. അങ്ങനെ ഊഞ്ഞാലത്തൊക്കെ ചില ആളുകൾക്ക് ഉരുണ്ടൊക്കെ താഴെ വീഴുകയും ചെയ്യും. പക്ഷേ കട്ടിത്തറയൊന്നും അല്ലാത്തതുകൊണ്ട് വലിയ പരുക്കൊന്നും സാറിന് പറ്റാറുമില്ല. ആകാശ പൊന്നാലിൻ ഇലകളെ ആയത്തിൽ തൊട്ടേ വരാമെന്ന് ONV കുറിപ്പ് എഴുതിയത് ഈ ഊഞ്ഞാലാട്ടത്തെക്കുറിച്ചാണ്. പിന്നെ ഓണക്കാലത്ത് മാത്രം കളിക്കുന്ന കുറേ കളികളുണ്ട്. ഓണത്തിന് പുലിവേഷം കെട്ടിയ പുലി ചെണ്ടമേളമായിട്ട് വീടുകളിൽ വന്ന് സന്ദർശിക്കും, കളിക്കും, വീട്ടിൽ നിന്ന് പൈസ അവർക്ക് കൊടുക്കും. ഇപ്പോൾ തൃശ്ശൂർ പുലികളി ഓണത്തിന് 100 കണക്കിന് പുലികൾ ഇറങ്ങുന്ന ഉത്സവം ഉണ്ടല്ലോ, അതുപോലെയല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പുലികളാണ് വരുന്നത്. പിന്നെ ഓണത്തിന് മറ്റൊരു ഓണക്കളിയാണ് തിരുവാതിര കളി. ഈ തിരുവാതിര കളി വീട്ടമ്മമാർ തന്നെ, നട്ടുംപുറത്തെ അമ്മമാർ തന്നെ, അമ്മമാരും പെൺകുട്ടികളും ഒക്കെ കളിക്കുന്ന കളിയാണ് തിരുവാതിര കളി. ഇപ്പോൾ അടുത്ത തിരുവാതിര കളി തന്നെ വീര വീരാട കുമാര വിഭോ ചാരുതര ഗുണസാഗര ഭൂ മാരലാവണ്യ വന്നിടുക ഭൂരി കാരുണ്യ, അങ്ങനെയൊക്കെയുള്ള പാട്ടുകളാണ് തിരുവാതിര കളിക്ക് പാടുന്നത്. തിരുവാതിര കളിയുണ്ട്, കുമ്മികളിയുണ്ട്. പിന്നെ ഒരു കളിയാണ് പശുവും പുലിയും കളി. പശുവെ പുല്ലിന്ന, പുലിയെ കല്ലിന്ന, ഈ പശുവിനെ തിന്നണം ഇപ്പം, ഈ വെള്ളം കുടിക്കണം ഇപ്പം. ഒരു പശുവിനെ പുലി പിടിക്കാൻ വരുന്നതായിട്ട് സങ്കല്പിച്ച് 2 വശത്ത് 2 പേര് നിന്ന് കളിക്കുന്ന ഒരു കളിയാണ് പശുവും പുലിയും കളി. പിന്നുള്ള ഒരു കളിയാണ് തുമ്പിതുള്ളൽ. ഒരു പെൺകുട്ടിയെ തുമ്പിയായിട്ട് നടുക്കിരുത്തി കുറച്ച് തുമ്പയും മറ്റ് ഇലകളൊക്കെ കൈ കൊടുക്കും. എന്നിട്ട് കുട്ടികൾ ചുറ്റും നിന്ന് പാടും. ഒന്നാം തുമ്പിയും അവൾ പെറ്റ മക്കളും പോക നടപ്പറ തുമ്പി തുള്ളാൻ, തുമ്പി ഇരുമ്പല്ല ചെമ്പല്ല ഓടല്ല തുമ്പി തുടർമാല പൊന്മാല. രണ്ടാം തുമ്പിയും അവൾ പെറ്റ മക്കളും പോക നടപ്പറ തുമ്പി തുള്ളാൻ, തുമ്പി ഇരുമ്പല്ല ചെമ്പല്ല ഓടല്ല തുമ്പി തുടർമാല പൊന്മാല. ഇങ്ങനെ 10 വരെ പാടും. 10 വരെ പാടുമ്പോൾ 10ാമത്തെ പാട്ടാകുമ്പോൾ ഈ തുമ്പി ഉറഞ്ഞു തുള്ളും. അതാണ് തുമ്പി തുള്ളൽ എന്നുള്ള കളി. മറ്റൊരു കളിയാണ് തലയാട്ടം കളി. പണ്ട് പെണ്ണുങ്ങൾക്കൊക്കെ ധാരാളം മുടി ഉണ്ടായിരുന്നു. ആ മുടി വളർത്തുന്നത് പണ്ടത്തെ ഒരു സൗന്ദര്യത്തിൻ്റെ അടയാളമായിരുന്നു. അന്ന് ഈ മുടി ആട്ടി കളിക്കുന്നൊരു കളിയാണ് തലയാട്ടം കളിച്ചെൻ്റെ തലയെല്ലാം ഉഴലെന്നു തണ്ടാർ കുഴലി ചൊട്ടെണ്ണ തായോ എന്നൊരു പാട്ട് കേട്ടതല്ല, ആ കളി കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കൊല്ലം ജില്ലയുടെയും തിരുവനന്തപുരം ജില്ലയുടെ ആറ്റിങ്ങൽ ഭാഗത്തും പത്തനംതിട്ട ജില്ലയിലുമൊക്കെ വ്യാപകമായിട്ട് ഓണത്തിന് കളിക്കുന്ന ഒരു കളിയാണ് കരടി കളി. ഒരു ആൾ അല്ലെങ്കിൽ 2 പേര് മുഖത്ത് പാളയോ മാസ്കോ വെച്ച് കെട്ടി അവരുടെ ദേഹത്ത് പച്ച ഓലക്കാല് ഈർക്കിൽ ഇരിഞ്ഞ് ഓലക്കാല് ചുറ്റി തുണി പോലെ കെട്ടി 2 കൈയിലും മരച്ചീനിയുടെ ഇലയോ ഉണക്ക ഇലയോ ഒക്കെ ഇങ്ങനെ പിടിച്ച് പാട്ടും പാടി വരുന്നതാണ് കരടി കളി. ഒരു സംഘമായിട്ടാണ് വരുന്നത്. ചിലപ്പോൾ ചില കരടികളിൽ പിന്നെ കരടി മാത്രമല്ല, ഒരു വേടൻ കാണും. വേടൻ വെടിവെച്ചിടുമ്പോഴാണ് കളി അവസാനിക്കുന്നത്. വലിയ സെറ്റ് കരടി കളിയിൽ മേജർ സെറ്റ് കഥകളി എന്ന് പറയുന്ന പോലെ മേജർ സെറ്റ് കരടി കളിയുണ്ട്, വലിയ ആളുകൾ കളിക്കുന്നത്. അതിനകത്ത് സായിപ്പ് മാതാമയൊക്കെ പിന്നീട് അഡീഷണലായിട്ട് കൂട്ടിച്ചേർത്ത കരടി കളിയും ഞാൻ കണ്ടിട്ടുണ്ട്. കരടി കളിയുടെ പാട്ടിന് ഒരു വായ്ത്താരിയുണ്ട്. താനിന്നെ താനിന്നെ തന്ന അന്ന തനെ താനിന്നെന്താനായി തന്ന അന്ന, താനിന്നെ താനിന്നെ തന്ന അന്ന തനെ താനിന്നെന്താനായി തന്ന അന്ന, പട്ടി കടിക്കല്ലേ വീട്ടുകാരെ ഞങ്ങൾ പട്ടാണിമാരായ പിള്ളേരാണ് എന്ന് തുടങ്ങുന്ന പാട്ട്. ഈ പാട്ടിനിടയ്ക്ക് ഈ വീട്ടുകാരെ കളിയാക്കുന്ന ചില വരികളൊക്കെ ഉണ്ട്. ഇവിടുത്തെ അമ്മാവൻ പെട്ടി തുറക്കുമ്പം ഇപ്പം കിട്ടും കരടി കള്ളപ്പണം, പെൺകരടി ഇവൾ കള്ളിയാണ്, ഇവൾ ഇന്നലെ ഉച്ചയ്ക്ക് പോയതാണ്. ഇങ്ങനെയുള്ള പാട്ടുകൾ ഉണ്ടാക്കി പാടുന്ന പാട്ടുകളാണ് കരടി കളിയുടെ പാട്ടുകൾ. ഞാൻ കേട്ട രസകരമായൊരു പാട്ട്, സ്ഥലപ്പേരുകളൊക്കെ, തിരുവനന്തപുരം ജില്ലയിലെ സ്ഥലപ്പേരുകളൊക്കെയുള്ള ഒരു പാട്ട് എനിക്ക് ഓർമ്മയുണ്ട്. വക്കം കടയ്ക്കാവൂർ നിലയ്ക്കാമുക്കാറ്റിങ്ങൽ മുഷ്കേറിടുന്ന ചിറയൻ കീഴിൽ, വക്കം കടയ്ക്കാവൂർ നിലയ്ക്കാമുക്കാറ്റിങ്ങൽ മുഷ്കേറിടുന്ന ചിറയൻ കീഴിൽ, മുക്കൂര് പരിഷ്കാരികളൊക്കെ പലധിക്കാരികളൊക്കെയും വന്നു വിളങ്ങിയിടുന്നേ, മുക്കൂര് പരിഷ്കാരികളൊക്കെ പലധിക്കാരികളൊക്കെയും വന്നു വിളങ്ങിയിടുന്നേ, വാഴത്തോട്ടത്തിലും കയറുന്നു കരടി വാഴകളൊക്കെ തകർത്തിടുന്നേ, താനിന്നെ താനിന്നെ തന്നാ അന്ന തനെ താനിന്നെന്താനായി തന്നാ അന്ന. ഇങ്ങനെ കരടികൾ കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് ദക്ഷിണ കൊടുക്കണം. ഒരുപാട് കരടികളി സംഘങ്ങൾ വരുമ്പോഴേ ദക്ഷിണ കൊടുത്ത് കുഴയും. അതുകൊണ്ട് ചില ആളുകൾ നേരത്തെ തന്നെ വിളക്കൊക്കെ അണച്ച്, അന്ന് എല്ലാ വീട്ടിലും വൈദ്യുതി ഒന്നും എത്തിയിട്ടില്ല, നേരത്തെ കിടന്നുറങ്ങും. കരടികൾ കുറേ നേരം കളിച്ചിട്ട് തിരിച്ചു പോകും. അങ്ങനെയൊക്കെയുള്ള രസകരങ്ങളായ അനുഭവങ്ങളും ഉണ്ട്. പിന്നെ ഓണത്തിന് ആണുങ്ങളൊക്കെ കൂടിയിരുന്ന് ചീട്ട് കളിക്കും. പിന്നെ ക്ലബ്ബുകൾ ഇപ്പോഴും ഉണ്ട്. ധാരാളം ക്ലബ്ബുകൾ ഓണത്തിന് വ്യത്യസ്തങ്ങളായ മത്സരങ്ങൾ നടത്തും. സ്പോർട്സ് മത്സരങ്ങൾ, ആർട്സ് മത്സരങ്ങൾ, അതിലെ സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ സൂചി നൂൽ കോർക്കൽ, ചാക്കിൽ കാല് വെച്ചിട്ടുള്ള ഓട്ടം,
ഉറിയടി മത്സരം, അങ്ങനെ എന്തെല്ലാം മത്സരങ്ങൾ, എന്തെല്ലാം രസകരങ്ങളായ മത്സരങ്ങൾ, അതുപോലെ ഇപ്പോൾ ക്വിസ് മത്സരങ്ങളും പാട്ട് മത്സരങ്ങളും സിനിമാ പാട്ട് മത്സരങ്ങളും എന്തെല്ലാം കഴിവുകൾ പ്രകടിപ്പിക്കാൻ നാട്ടുകാർക്ക് പറ്റുമോ അതിനെല്ലാ മത്സരങ്ങളും ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കും. ഇവിടെ ജാതിയോ മതമോ ഒന്നും പ്രശ്നമല്ല, എല്ലാവർക്കും ആഘോഷിക്കാവുന്ന ഉത്സവമാണ്. എല്ലാവരും അങ്ങനെ ആഘോഷിച്ചിരുന്നു. ആ ഓണത്തിൻ്റെ പകിട്ടിനൊന്നും വലിയ കുറവൊന്നും ഇപ്പോഴും വന്നിട്ടില്ല, നമ്മൾ കാലം മാറിയെങ്കിലും എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഓണമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓണസദ്യയുടെ മണവും അലയടിക്കും. കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ഒരു ഒരുമയുടെ സന്ദേശം ഓണസദ്യ പകരുന്നുണ്ട്. സാധാരണ വീടുകളിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത് ഇപ്പോൾ ഒരു പതിവല്ല. ഓരോരുത്തരും ജോലിയുടെയും പഠിത്തത്തിൻ്റെയും ഒക്കെ സമയം അനുസരിച്ച് പലപ്പോഴായിട്ടായിരിക്കും ആഹാരം കഴിക്കുന്നത്. ഒരുമിച്ച് എല്ലാവരും കൂടി ആഹാരം കഴിക്കുന്നത് അപൂർവമായിരിക്കും. എന്നാൽ ഓണത്തിന് അപ്പൂപ്പനും അമ്മൂമ്മയും കൊച്ചുമക്കളും ഭാര്യയും ഭർത്താവും സഹോദരങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് ഓണസദ്യ ഉണ്ണും. ചില വീടുകളിൽ പണ്ട് കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്ന് ഒരു വീട്ടിലാണ് ഓണം ആഘോഷിച്ചിരുന്നത്. ഇപ്പോൾ അതിന് കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ചില വീടുകളിൽ അവരവരുടെ വീടുകളിലെ തിരുവോണം കൊണ്ടിട്ട് അവിട്ടം, ചതയം, പൂരിട്ടാതി തുടങ്ങിയ ദിവസങ്ങളിലാണ് മറ്റ് വീടുകളിലെ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് ഓണസദ്യ നടത്തുന്നത്. ഈ ഓണസദ്യയുടെ ഇല അത് തൂശനില തന്നെയായിരിക്കണം. സദ്യക്കിടുന്ന ഇല തൂശനില എന്ന് വെച്ചാൽ ഏറ്റവും അറ്റത്തു നിന്ന് വെട്ടുന്ന ഇലയാണ് തൂശനില. തൂശനില ഇടുമ്പോൾ തൂശനിലയുടെ നാമ്പ് ഇടത് കൈയുടെ നേർക്ക് വരത്തക്ക രീതിയിൽ വേണം ഇടാൻ. ഇലയുടെ വെട്ടിൻ്റെ ഭാഗം വലത് കൈയുടെ ഭാഗത്ത് വരണം. അത് നല്ല വൃത്തിയുള്ള പഴുക്കാത്ത ഇടയ്ക്കൊന്നും കീറാത്ത ഒരു ഇല തന്നെ ആയിരിക്കും ഓണസദ്യക്ക് ഇടുന്നത്. ഓണസദ്യക്ക് വിളമ്പുമ്പോൾ അതിന് ചില ക്രമങ്ങളൊക്കെ പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഇടത്തെ അറ്റത്ത് ചെറുപഴം വിളമ്പണം, അതിനിപ്പുറത്ത് ശർക്കര പുരട്ടി, ഉപ്പേരി തുടങ്ങിയ കാര്യങ്ങൾ വിളമ്പാം. പഴം ഏത് പഴവും ആകാം, ഞാലിപ്പൂവനാകാം, പൂമ്പഴമാകാം, പാളയംതോടനാകാം, അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് മാറ്റാം. തൊട്ടടുത്ത് പപ്പടം വിളമ്പും. പണ്ട് 2 തരം പപ്പടം മേടിക്കുമായിരുന്നു ഓണത്തിന്, ചെറിയ പപ്പടവും വലിയ പപ്പടവും. തുടർന്ന് മറ്റു വിഭവങ്ങൾ, നാരങ്ങാക്കറി, കടുമാങ്ങ, ഇഞ്ചിക്കറി, ചിലയിടത്ത് വെള്ളനാരങ്ങാക്കറി ഒക്കെ വിളമ്പും. അതിനപ്പുറത്ത് സ്റ്റൂ, വടക്കൻ കേരളത്തിൽ ഓലൻ, അതിനപ്പുറത്ത് തോരൻ, അതിനപ്പുറത്ത് അവിയൽ, അതിനപ്പുറത്ത് കൂട്ടുകറി, കിച്ചടി, പച്ചടി എന്നീ ക്രമത്തിലാണ് സാധാരണയായിട്ട് വിളമ്പുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഈ വിളമ്പൽ ക്രമത്തിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണാം. സദ്യ വിളമ്പുമ്പോൾ, കറികൾ വിളമ്പുമ്പോൾ ചോറിടാനുള്ള സ്ഥലം മാറ്റിയിട്ടിട്ട് വേണം കറികൾ വിളമ്പാൻ. അവസാനം കറികളെല്ലാം കൂടെ വിളമ്പിയിട്ട് ചോറിടാൻ സ്ഥലമില്ലാതെ വരരുത്. എല്ലാ വിഭവങ്ങളും വിളമ്പി കഴിഞ്ഞിട്ട് ഊണിന് ആളുകളെ, അതിഥികളുണ്ടെങ്കിൽ അവരെയും ക്ഷണിക്കാറും. എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഊണ് കഴിക്കേണ്ടത്. സാധാരണയായിട്ട് വീട്ടമ്മമാരാണ് ഇതൊക്കെ വിളമ്പലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചിലയിടത്ത് ആണുങ്ങളും ഈ വിളമ്പൽ പരിപാടിയിൽ പങ്കെടുക്കും. ആദ്യം ചോറ് വിളമ്പും, പിന്നെ ചോറിൻ്റെ വലതുഭാഗത്ത് പരിപ്പും, ചിലയിടത്ത് ചിലർ നെയ്യ് ഉപയോഗിക്കും, ചിലർ ഉപയോഗിക്കത്തില്ല. പരിപ്പെന്ന് പറയുമ്പോൾ ചെറുപയർ പരിപ്പുണ്ട്, ചിലർ തോരപ്പരിപ്പ് കൊണ്ടുണ്ടാക്കുന്ന പരിപ്പ് കറിയാണ് വിളമ്പുന്നത്. എന്നാൽ മലബാറിൽ ഈ പരിപ്പ് ആദ്യം വിളമ്പാറില്ല. ആ പരിപ്പ് ഒഴിച്ച ചോറ് ഉണ്ട് കഴിയുമ്പോൾ സാമ്പാർ വിളമ്പും. സാമ്പാറിന് പിറകെ പ്രഥമൻ, പൊതുവേ അടപ്രഥമനാണ് വെക്കുന്നത്. ചിലർ കടലപ്രഥമൻ വെക്കും, ചിലർ പാൽപ്പായസം വെക്കും, ചിലർ സേമിയ പായസം വെക്കും. അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. ചിലർ ബോളി, മധുരമുള്ള ബോളിയും കൂടെ ചേർത്ത് സേമിയ പായസം കഴിക്കുന്ന പതിവുണ്ട്. അത് കഴിഞ്ഞ് അല്പം ചോറിടും, പിന്നെ കാളൻ അല്ലെങ്കിൽ പുളിശ്ശേരി വിളമ്പും. തുടർന്ന് രസം അല്ലെങ്കിൽ തൈര് വിളമ്പും. നല്ല ഇഞ്ചിയും ഒക്കെ ചതച്ചിട്ട സംഭാരത്തിൻ്റെ അത്ര നീട്ടില്ലാത്ത ഒരു മോരുകറിയാണ് അവസാനം വിളമ്പുന്നത്. അത് ദഹനത്തെ സഹായിക്കാനാണ്. പിന്നെ ചിലയിടത്ത് പ്രഥമൻ വിളമ്പുമ്പോൾ അതിനോടൊപ്പം വീണ്ടും ഇഞ്ചിക്കറിയും അല്ലെങ്കിൽ നാരങ്ങാക്കറിയൊക്കെ വിളമ്പും. അത് ദഹനത്തെ സഹായിക്കാൻ വേണ്ടിയാണ്. ചോറുണ്ണുന്നതും ഒരു കലയാണ്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുള്ളത് ചോറ് ചേറാക്കി ഉണ്ണാതെ ചോറ് ചോറാക്കി ഉണ്ണുക എന്നാണ്. ചിലർ ഊണ് കഴിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ചന്തമാണ്. ഇപ്പോൾ ആളുകൾ ചെറു കുടുംബങ്ങളായിട്ടാണ് താമസിക്കുന്നത്. പണ്ട് സൗകര്യങ്ങളൊക്കെ ഇല്ലാതിരുന്ന കാലത്തും ഒക്കെ കൂട്ടുകുടുംബങ്ങളായിരുന്നു കൂടുതൽ. ഒരു കുടുംബത്തിൽ തന്നെ 4-5 ഫാമിലികൾ. ഇന്നങ്ങനെയല്ല. പക്ഷേ ഓണം വരുമ്പോൾ ഈ കുടുംബങ്ങളെല്ലാം ഒന്നിക്കും. കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഒക്കെ കാണും. അതെല്ലാം മറന്ന് എല്ലാവരും ഒന്നിക്കുന്ന ഒരു അവസരമാണ് ഓണം. അപ്പം നമ്മുടെ ഈ അണുകുടുംബ സങ്കല്പത്തെ വെല്ലുവിളിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം. അതുമാത്രമല്ല, ഓണത്തിനിന്ന് കുടുംബങ്ങളിൽ മാത്രമല്ലല്ലോ, ക്ലബ്ബുകളിൽ, ഓഫീസുകളിൽ, അനാഥാലയങ്ങളിൽ, സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ഒക്കെ ഓണസദ്യ നടത്തുന്നുണ്ട്. അവിടെ എല്ലാവരും ഒത്തുചേരുകയാണ്, ജാതിമത ഭേദമില്ലാതെ. ഓണസദ്യയുടെ ആ
സങ്കല്പത്തിനൊന്നും വലിയ മാറ്റമൊന്നും ഇന്നും വന്നിട്ടില്ല. നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണം, എപ്പോഴും ഒത്തുകൂടണം, പരസ്പരം കാണണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഓണം. മൊബൈലും ഇൻ്റർനെറ്റും ആ യുഗത്തിൽ കുടുങ്ങിക്കിടക്കാതെ ജൈവികമായി മനുഷ്യർ തമ്മിൽ കാണുകയും വർത്തമാനം പറയുകയും ഒരുമിച്ച് കളിക്കുകയും ഒക്കെ വേണം എന്ന് ഒരു സന്ദേശമാണ് ഓണം നമുക്ക് പകർന്നു നൽകുന്നത്. നമ്മുടെ വയനാട് ഉണ്ടായ നമ്മളെല്ലാം ഞെട്ടിച്ച, വേദനിപ്പിച്ച, ഇപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ സർക്കാർ സ്ഥാപനങ്ങളും സാംസ്കാരിക സ്ഥാപനങ്ങളും കാര്യമായ ഓണാഘോഷങ്ങൾ നടത്തുന്നില്ല. പക്ഷേ മറ്റ് സാംസ്കാരിക സംഘടനകളും ക്ലബ്ബുകളും കുടുംബശ്രീ കൊച്ചു കൂട്ടായ്മകളും ഒക്കെ ഓണാഘോഷങ്ങൾ നടത്തുന്നുണ്ട്. ഇത്തരം ഓണാഘോഷ പരിപാടികൾ, പ്രത്യേകിച്ച് സർക്കാർ നടത്തുന്ന ഓണാഘോഷ പരിപാടികളിൽ ഒരുപാട് കലാകാരന്മാർക്ക് അവസരം കിട്ടുന്നു. നമ്മുടെ മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കലകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നു. നമ്മുടെ പല കലകൾക്കും അവതരിപ്പിക്കാൻ വേദികൾ കിട്ടുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ടി വിയിലൊക്കെ സീരിയലുകൾക്കും അതുപോലെയുള്ള സ്കിറ്റുകൾക്കൊക്കെയുള്ള സ്ഥാനം, മിമിക്രിക്കും ഗാനമേളയ്ക്കൊക്കെയുള്ള സ്ഥാനം, നമ്മുടെ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന നാടൻ കലകൾ, നാടൻ പാട്ടുകൾ, ഇവയ്ക്കൊക്കെ അവസരങ്ങൾ വളരെ കുറവാണ്. പക്ഷേ ഓണാഘോഷ പരിപാടികളിൽ അവർക്കെല്ലാം അവസരം കിട്ടുന്നു. ആ കലാകാരന്മാർ അവരുടെ ജീവിതം കൊല്ലാൻ വരെ ഈ ആഘോഷങ്ങൾ സഹായിക്കുന്നുണ്ട്. അത് ഒരു മതത്തിൻ്റെ, ഒരു ജാതിയുടേതല്ല, പല ജാതിയിൽപ്പെട്ടവരുടെ പല തരത്തിലുള്ള കലകൾ ഓണത്തിന് അവതരിപ്പിക്കപ്പെടും. ഓണത്തിന് വിനോദസഞ്ചാര വാരാഘോഷത്തിൻ്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും ആഘോഷങ്ങൾ നടത്താറുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ടൂറിസം വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ വിപുലമായ ആഘോഷമാണ് നടക്കുന്നത്. അത് നമ്മുടെ മലയാളികൾ മാത്രമല്ല, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഈ കേരളത്തിൻ്റെ മഹത്തായ പൈതൃകവും പാരമ്പര്യവും ഒക്കെ കാണാനായിട്ട് എത്തിച്ചേരും. അതുകൊണ്ട് നമ്മുടെ കേരള സംസ്കാരത്തിൻ്റെ ഈടുവയ്പ്പുകളെ നിലനിർത്തുന്നതിലും പരിപോഷിപ്പിക്കുന്നതിലും സർക്കാർ നടത്തുന്ന അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങൾ നടത്തുന്ന ഓണാഘോഷങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അത് തുടരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുമയുടെ സന്ദേശം നമുക്ക് പകർന്നു നൽകുന്ന, നമ്മുടെ വിഷമതകൾ കുറച്ചു നേരത്തേക്കെങ്കിലും മാറ്റിവെക്കാൻ നമ്മെ സഹായിക്കുന്ന, നല്ല അല്ലലില്ലാത്ത ഒരു ഭാവിയെ സ്വപ്നം കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന, അങ്ങനെ ഒരു ഭൂതകാലം കേരളത്തിലുണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന ഈ ഓണാഘോഷം മലയാളികളും മലയാളവും ഉള്ള കാലത്തോളം നിലനിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ റേഡിയോ ബെൻസിഗർ ശ്രോതാക്കൾക്കും വളരെ ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. VM രാജമോഹൻ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം. ഓണം കുടുംബങ്ങൾക്ക് ഒത്തുകൂടാനുള്ള അവസരം കൂടിയാണ്. കൂട്ടുകുടുംബങ്ങളായി വലിയ രീതിയിൽ ആഘോഷിച്ച ഓണത്തിന്റെ ഓർമ്മകളിലൂടെ നമ്മെ കൊണ്ടുപോവുകയും ഓണപ്പൂക്കളം, ഓണത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ എന്നിവയെപ്പറ്റിയും ഇന്നത്തെ ഓണത്തിന്റെ സ്ഥിതിവിശേഷങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു ഭാഷാധ്യാപികയായ ശ്രീമതി ശ്രീജ ചന്ദ്രൻ. എൻ്റെ പേര് ശ്രീജ. ഓണാഘോഷത്തെക്കുറിച്ചുള്ള പഴയകാല സ്മരണകളും ഇന്നത്തെ ഓണവും എന്ന വിഷയത്തെക്കുറിച്ച് എൻ്റെ അനുഭവങ്ങളും ചിന്തകളും ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. തലമുറകൾ എത്ര മാറി വന്നാലും ഓണം വരുമ്പോൾ ഓരോ മലയാളിയുടെയും ഉള്ളിൽ ഓർമ്മകളുടെ നിലാവ് പരക്കും. സന്തോഷത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സർവ്വ ഐശ്വര്യങ്ങളുടെയും മഹോത്സവമാണ് ഓണം. ജാതി മതഭേദമില്ലാതെ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും ആഘോഷിക്കുന്ന നമ്മുടെ ദേശീയ ഉത്സവം തന്നെയാണ് ഓണം. എന്നോ മറഞ്ഞുപോയൊരു നന്മയുടെ ഓർമ്മപ്പെടുത്തലും അതിലൂടെ തിരിതെളിയുന്ന നല്ല നാളേക്കായി ഒരു പ്രത്യാശയുടെ പ്രതീകവുമാണ് ഓരോ ഓണവും നമുക്ക് സമ്മാനിക്കുന്നത്. പൂക്കളവും ഓണക്കോടിയും വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കി വൈവിധ്യമാർന്ന ഓണക്കളികളിൽ ഏർപ്പെട്ടുമാണ് മലയാളികൾ ഓണത്തെ വരവേൽക്കുന്നത്. കുട്ടിക്കാലത്തെ എൻ്റെ ഓണം ഇന്നത്തെ ഓണത്തേക്കാൾ എത്രയോ നന്മയേറിയതായിരുന്നു. കർക്കിടകത്തിൻ്റെ കൂരിരുൾ ഒഴിഞ്ഞ് ചിങ്ങൻ കടന്നു വരുന്നതോടുകൂടി നാട്ടിലും വീട്ടിലും സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു. പാടത്ത് നിന്ന് നെല്ല് കൊയ്ത് കെട്ടി വീട്ടുമുറ്റത്ത് കൊണ്ടുവയ്ക്കുകയും ജോലിക്കാർ അത് തല്ലിയെടുത്ത് നെല്ലാക്കി വെക്കുകയും ചെയ്യുന്നു. വീട്ടിലെ അമ്മയും അമ്മുമ്മയും ഒക്കെ ചേർന്ന് നെല്ലും പുഴുങ്ങി ഉണക്കിയെടുത്ത് കുത്തിച്ച് അരിയാക്കുന്നു. ഇന്നും ആ പുഴുങ്ങിയ നെല്ലിൻ്റെ മണവും ആ കുത്തരിച്ചോറും ഓർമ്മയിലെ ഓണത്തിൻ്റെ മാധുര്യമേറിയ ഓർമ്മകളാണ്.
ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓണപ്പൂക്കളം തന്നെയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഓണപ്പൂക്കളം തീർക്കുന്നതിന് കൂട്ടുകാരോടും ബന്ധുക്കളോടുമൊപ്പം അടുത്തടുത്ത വീടുകളിലും പറമ്പുകളിലും തൊടികളിലും യാതൊരു ഭയവുമില്ലാതെ പോയ ആ കാലം. തുമ്പ, മുക്കുറ്റി, കാക്കപ്പൂവ്, വേലിക്കിടയിലൂടെ പാളി നോക്കുന്ന പല നിറങ്ങളിലുള്ള ശംഖുപുഷ്പം, തൊട്ടാവാടിപ്പൂവ്, തെറ്റി, മന്ദാരം, തുളസി, വാടാമല്ലി, എരുക്ക്, നമ്പ്യാർവട്ടം, അരിപ്പൂവ്, സൂര്യകാന്തി, ചെമ്പരത്തി, കൊങ്ങിണിപ്പൂവ്, പിച്ചി, ചെണ്ടുമല്ലി, എത്രയെത്രയെത്ര വ്യത്യസ്തമാർന്ന പൂക്കൾ. പക്ഷേ ഓണപ്പൂക്കളത്തിൽ മാവേലി മന്നൻ ഏറ്റവും പ്രിയം ഏത് പൂവിനെയാണ്? നമുക്കെല്ലാം അറിയാം, അത് തുമ്പപ്പൂവിന് തന്നെയാണ് പ്രഥമ സ്ഥാനം. പാവം തുമ്പേ വാരിയെടുത്തത് ദേവൻ വെച്ചു മൂർധാവിൽ എന്ന ഒരു ചൊല്ല് തന്നെയുണ്ട്. തുമ്പപ്പൂവ് മാറി നിന്നപ്പോൾ മാവേലി മന്നൻ അടുത്ത് വിളിച്ച് ആശ്ലേഷിച്ച് തൻ്റെ നെറുകയിലാണ് നിന്റെ സ്ഥാനം എന്ന് പറഞ്ഞതായി കഥകളിൽ നാം വായിച്ചിട്ടുണ്ട്. അത്തം മുതൽ തിരുവോണം വരെയാണ് ഓണപ്പൂക്കളം തീർക്കുന്നത്. ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ കൂടിയാണ് പൂക്കളം തീർക്കുന്നത്. തിരുവോണ ദിവസം ചാണകം മെഴുകിയ തറയിൽ തൃക്കാക്കരയപ്പനെ ഇലയിട്ടിരുത്തിയാണ് ഓണപ്പൂക്കളം തീർക്കുന്നത്. അരിമാവ് കൊണ്ട് കോലം വരച്ച് അതിനു മുകളിൽ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കുന്നു. ഇതിനെ ഓണം കൊള്ളുക എന്നും പറയാറുണ്ട്. അതിനു മുന്നിൽ കത്തിച്ചു വെച്ച നിലവിളക്ക്, ചന്ദനത്തിരി, വേവിച്ച അട, മുറിച്ച നാളികേരം, അവിൽ, മലർ എന്നിവയും വയ്ക്കുന്നു. ഓണത്തെക്കുറിച്ചുള്ള ഐതിഹ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ബൃഹത്തായ ആത്മബലിയുടെ കഥയാണ് ഓണം നമ്മെ പഠിപ്പിക്കുന്നത്. മാവേലി നാടോ വാണിടുങ്കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. എല്ലാവർക്കും സുഖവും ആനന്ദവും ഐശ്വര്യവും സത്യം, നീതി എന്നീ ആദർശങ്ങൾക്കായി ആത്മബലി നടത്തുകയായിരുന്നു മഹാബലി ചക്രവർത്തി. അസുര രാജാവായ മഹാബലിയുടെ ഭരണകാലത്ത് മനുഷ്യരെല്ലാവരും ഒരുപോലെയായിരുന്നു. എന്നാൽ മഹാബലിയുടെ ഭരണം ദേവന്മാരെ അസൂയപ്പെടുത്തി. തുടർന്ന് മഹാവിഷ്ണുവിന്റെ അടുക്കിലെത്തി അസൂയാലുക്കളായ ദേവന്മാർ മഹാബലിയെക്കുറിച്ച് പറഞ്ഞു. ദേവന്മാരുടെ ആവശ്യപ്രകാരം വാമനവേഷം പൂണ്ട് മഹാവിഷ്ണു മഹാബലിയുടെ അടുക്കലെത്തി ഭിക്ഷ ചോദിച്ചു. മഹാബലിയിൽ നിന്ന് 3 അടി മണ്ണ് വാമനൻ ആവശ്യപ്പെട്ടു. ഇത് തിരിച്ചറിഞ്ഞ അസുരഗുരു ശുക്രാചാര്യർ ദാനം നൽകുന്നതിൽ നിന്ന് മഹാബലിയെ വിലക്കി. ഇതിനെ മറികടന്ന് 3 അടി മണ്ണ് അളന്നെടുക്കാൻ വാമനന് മഹാബലി അനുവാദം നൽകി. ആകാശം മുട്ട വളർന്ന വാമനൻ തന്റെ കാൽപാദം അളവുകോലാക്കി മാറ്റി. ആദ്യത്തെ 2 അടിക്ക് തന്നെ സ്വർഗവും ഭൂമിയും പാതാളവും അളന്നെടുത്തു. 3-ാമത്തെ അടിക്കായി സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. വാമനൻ തന്റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്ന് മോചിതനാക്കി. ആണ്ടിലൊരിക്കൽ, അതായത് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ തന്റെ പ്രജകളെ സന്ദർശിക്കുന്നതിന് അനുവാദവും വാമനൻ മഹാബലിക്ക് നൽകി. അങ്ങനെ ഓരോ വർഷവും തിരുവോണ നാളിൽ മഹാബലി തന്റെ പ്രജകളെ അദൃശ്യനായി സന്ദർശിക്കാൻ വരുന്നു എന്നാണ് ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസം. ഈ ദിനമാണ് തിരുവോണമായി നാം ആഘോഷിക്കുന്നത്. ഓണത്തെക്കുറിച്ചുള്ള മറ്റൊരു ഐതിഹ്യം ഓണം വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ്. കേരളത്തിൽ ക്ഷാമകാലമായ കർക്കിടക മാസം കഴിഞ്ഞ് ചിങ്ങമാസം കടന്നു വരുന്നതോടുകൂടി ഓരോ കർഷകന്റെ ഉള്ളിലും സന്തോഷത്തിന്റെ പൊന്നാളം ഉയരുകയായി. മഹാബലിയുടെ സദ്ഭരണത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഓണം കൊണ്ടാടുന്നത് എങ്കിലും ഓണം ആത്യന്തികമായി ഒരു വിളവെടുപ്പുത്സവം തന്നെയാണ്. ഓണസദ്യയ്ക്കുള്ള പച്ചക്കറികളിൽ അധികവും, പ്രത്യേകിച്ച് ചേന, ചേമ്പ്, പടവലം, മത്തൻ, വെള്ളരി, വഴുതനം, ഇഞ്ചി, പച്ചക്ക, ഏത്തക്ക തുടങ്ങിയ മിക്ക പച്ചക്കറികളും വീടുകളിൽ തന്നെയാണ് വിളയിച്ചിരുന്നത്. അമ്മയോടും അച്ഛനോടും ഒപ്പം തൊടിയിൽ നിന്ന് ഇതൊക്കെ വിളവെടുത്ത് വീടിനുള്ളിലേക്ക് എടുത്തു വെക്കുന്ന ആ സുന്ദരമായ ഓർമ്മകൾ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അന്യമാണ്. അത്തം പത്തോണം എന്ന ചൊല്ല് തന്നെ അന്വർത്ഥമാണ്. എന്തെല്ലാം കളികളായിരുന്നു ഓണക്കാലത്ത്. അത്തം തുടങ്ങുമ്പോൾ തന്നെ വീട്ടിലെ മാവിൻ ചുവട്ടിൽ വലിയ ഊഞ്ഞാൽ കെട്ടും.
അതിൽ ചില്ലാട്ടം പറക്കലും ഉണ്ടയിടലും ഒക്കെയായി രസിച്ച ആ നല്ല നാളുകൾ ഇന്നത്തെ കുട്ടികൾക്ക് അന്യമായ ഓർമ്മകളാണ്. രാത്രിയെപ്പോലും പകലുകളാക്കി കളി തുടർന്നുകൊണ്ടിരുന്ന ആ കാലം. പാതിരാവാകുമ്പോൾ അമ്മ വിളിക്കും, ഇനി മതി, നാളെ കളിക്കാം. ചിങ്ങനിലാവിന്റെ സൗന്ദര്യം ഇന്നത്തെ തലമുറയിൽ എത്ര കുട്ടികൾ ആസ്വദിച്ചിട്ടുണ്ടാകും. തിരുവോണത്തിന് 2 ദിവസം മുമ്പ് അടുക്കളയിൽ തകൃതിയായി പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും അമ്മയും അമ്മുമ്മയും അച്ഛനും ഒക്കെ. സന്ധ്യയാകുമ്പോൾ ഉരുളി അടുപ്പിൽ വെച്ച് ഏത്തയ്ക്ക ഉപ്പേരി, ചീനിയുപ്പേരി, അച്ചപ്പം, എള്ളുണ്ട, കളിയോടയ്ക്ക, അരിയുണ്ട, ഇന്നും ഓർക്കുമ്പോൾ വായിൽ വെള്ളമൂറുന്ന സ്വാദിന്റെ ഓർമ്മകൾ. ആ കളിയോടക്കയുടെയും എള്ളുണ്ടയുടെയും സ്വാദ് ഇന്നോളം പിന്നെ ഉണ്ടായിട്ടില്ല. ഇന്ന് കടകളിൽ നിന്ന് പലഹാരങ്ങൾ വാങ്ങി നാം നമ്മുടെ ഓണസദ്യയെ സമൃദ്ധമാക്കുമ്പോൾ കഴിഞ്ഞുപോയ ആ കാലത്തിന്റെ മാധുര്യം നമ്മെ വല്ലാതെ വേദനിപ്പിക്കും. പലഹാരങ്ങൾ വലിയ പാട്ടയിലും ഭരണിയിലുമാക്കി അമ്മ സുരക്ഷിതമായി വയ്ക്കും. അമ്മയെ കട്ട് കൂട്ടുകാരോടൊപ്പം ചേട്ടനോടൊപ്പം എടുത്തുകൊണ്ട് ഓടിപ്പോയി കറുമുറ കറുമുറ കഴിച്ചുകൊണ്ട് ഊഞ്ഞാലാടുന്ന ആ ഓർമ്മയുടെ മാധുര്യമുള്ള ആ ഓണക്കാലം ഇന്നത്തെ കുട്ടികൾക്ക് അന്യമാണ്. ഉത്രാട ദിവസം വൈകുന്നേരത്തോടുകൂടി മഹാബലി മന്നനെ വരവേൽക്കാനായി വീടും പരിസരവും ഒന്നുകൂടി തൂത്ത് വൃത്തിയാക്കി നിലവിളക്ക് തേച്ച് നിലവിളക്ക് കൊളുത്തി മാവേലി മന്നനെ കാത്തിരിക്കുകയാണ് പിന്നീട് യാതൊരുവിധമായ ശുചീകരണ പ്രവർത്തനങ്ങളും വീടുകളിൽ നടത്താറില്ല. ചൂൽ കൈകൊണ്ട് തൊടാറില്ല. മുഷിഞ്ഞ വസ്ത്രങ്ങൾ കഴുകാറില്ല. പിന്നീട് ഒരേയൊരു പ്രാർത്ഥന മാത്രം. വളരെ ഭംഗിയോടുകൂടി മാവേലി തമ്പുരാൻ ഓണസദ്യ ഒരുക്കി അവരവരാൽ കഴിയുന്ന വിധം സമൃദ്ധമായി തൻ്റെ വീട്ടിലേക്കെത്തുന്ന മാവേലി തമ്പുരാനെ, മഹാബലി തമ്പുരാനെ കാത്തിരിക്കുകയാണ് ഓരോരുത്തരും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഓണത്തോടനുബന്ധിച്ച് പുതുവസ്ത്രങ്ങൾ വാങ്ങി നൽകുന്ന ചടങ്ങ്, കോടിവസ്ത്രം നൽകുക എന്ന ചടങ്ങ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. കുട്ടികൾക്ക് ധരിക്കാനായി വാങ്ങുന്ന ചെറിയ മുണ്ടിന് ഓണമുണ്ടെന്ന് വിളിക്കുന്നു. ഉണ്ടെറിയണം ഓണം എന്നാണ് ഓണസദ്യയെക്കുറിച്ചുള്ള ചൊല്ല് തന്നെ. തിരുവോണ ദിവസം ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ അമ്മയുണർന്ന് കുളിച്ച് പ്രാർത്ഥനയോടെ അരിയടുപ്പത്തിടുന്നതോടുകൂടി സദ്യവട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. വീട്ടിലെ കുട്ടികളും അതിരാവിലെ ഉണർന്ന് പൂക്കളം ഒരുക്കുന്ന തിരക്കിലായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ സാന്നിധ്യം പൂക്കളത്തിലും ഉണ്ടാകും. ഉച്ചയോടുകൂടി മാവേലി തമ്പുരാന് പൂജാമുറിയിൽ ഇലയിട്ട് വിളമ്പും. എല്ലാ വിഭവങ്ങളും വിളമ്പി കിണ്ടിയിൽ വെള്ളവും വെച്ച് പ്രാർത്ഥനയോടെ അമ്മ കതകടച്ചിറങ്ങുന്നത് ഇന്നും മനസ്സിലെ മായാത്ത ഓർമ്മയാണ്. വീട്ടിലെ ഇളയ കുട്ടിക്കാണ് മാവേലി തമ്പുരാന്റെ ഇല കിട്ടുന്നത്. സദ്യയിൽ എല്ലാ വിഭവങ്ങളും കാണും. ശർക്കര വരട്ടി, ഉപ്പേരി, പച്ചടി, കിച്ചടി, ഓലൻ, കാളൻ, തോരൻ, അവിയൽ, കൂട്ടുകറി, പരിപ്പ്, പപ്പടം, സാമ്പാർ, ഇഞ്ചി, മാങ്ങ, നാരങ്ങ എന്നുവേണ്ട എല്ലാം ചേർന്ന വിഭവസമൃദ്ധമായ സദ്യ. പായസം കഴിച്ച് അതിനുശേഷം മോര്, പുളിശ്ശേരി ഇതെല്ലാം കഴിക്കുന്നതോടുകൂടി ആകെ മത്ത് പിടിച്ച അവസ്ഥയിലാകും ഓരോരുത്തരും. ഊണ് കഴിഞ്ഞാൽ പിന്നീട് വിവിധ തരത്തിലുള്ള ഓണക്കളികളിൽ ഏർപ്പെടുകയായി. സ്ത്രീകൾ ഏതെങ്കിലും ഒരു സ്ഥലത്തൊത്തുകൂടി തിരുവാതിര, തുമ്പിതുള്ളൽ തുടങ്ങിയ കളികളിൽ ഏർപ്പെടും. കുട്ടികളാകട്ടെ അവർക്കിഷ്ടപ്പെട്ട ഊഞ്ഞാലാട്ടം, കളിത്തട്ട് കളി, സുന്ദരിക്ക് പൊട്ടുതടൽ തുടങ്ങിയ കളികളിലും, പുരുഷന്മാർ വടംവലി, ഉറിയടി, ഓണത്തല്ല് തുടങ്ങിയ കളികളിൽ ഏർപ്പെടും. എന്നാൽ ഇന്നത്തെ ഓണാഘോഷങ്ങൾക്ക് പഴയ പ്രതാപമില്ല എന്ന് സങ്കടത്തോടെ പറയേണ്ടി വരുന്നു. കാരണം കൂട്ടുകുടുംബങ്ങൾ ഇല്ലാതെയായി. പരസ്പരം ഒത്തുചേരലും പങ്കിടലും കുറഞ്ഞു വന്നിരിക്കുന്നു. ഓണം പാക്കറ്റുകളിൽ വാങ്ങുന്ന കാലത്തിലൂടെയാണ് നാം ഇന്ന് കടന്നുപോകുന്നത്. പൂക്കളം ഒരുക്കുന്നതിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പൂക്കളെ ആശ്രയിക്കുന്നു. പൂക്കൾക്കു പകരം പ്ലാസ്റ്റിക് പൂക്കൾ സ്ഥാനം പിടിച്ചു. അതിശയത്തോടെ ഞാൻ ഇന്നലെ അറിഞ്ഞു പൂക്കളം തന്നെ ഇന്ന് കടകളിൽ വാങ്ങാൻ കിട്ടുമെന്ന്. ഓണസദ്യ ഒരുക്കുന്നതിലും നാം മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ്. പച്ചക്കറികൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഓണം സമൃദ്ധമാകുകയുള്ളൂ. നമ്മുടെ പാടത്തും പറമ്പിലും കൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുത്ത് സദ്യയൊരുക്കിയ കാലം എങ്ങോ മറഞ്ഞുപോയി. ഇരുളിന്റെ മഴക്കാല മേഘങ്ങൾ പെയ്തൊഴിഞ്ഞ് വിളവെടുപ്പിനാൽ കളപ്പുരകൾ സമൃദ്ധമായി നിറഞ്ഞ ചിങ്ങമാസം ഇന്ന് ഒരോർമ്മ മാത്രമായി. ഇന്ന് വയലേലകളില്ല.
അതെല്ലാം നികത്തി ഫ്ളാറ്റുകളും പടുകൂറ്റൻ കെട്ടിടങ്ങളും കെട്ടി അതിലിരുന്ന് ഓണനാളുകൾ ടിവിയിലും മൊബൈലിലും കണ്ട് ആഘോഷിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഓണനാളുകൾ നൽകിയ നന്മയും ചൈതന്യവും എന്താണെന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഓണത്തുമ്പിയും മഞ്ഞക്കിളിയും എത്തി പ്രകൃതി പോലും അണിഞ്ഞൊരുങ്ങി ഓണത്തെ വരവേറ്റ ആ കാലം ഇനി തിരികെ വരില്ല എന്നത് ഒരു സത്യം തന്നെയാണ്. എല്ലാം മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓർമ്മകൾ മാത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു എങ്കിലും ഓണം ഇനിയും വരും. നഷ്ടപ്പെടാതെ അത് കാത്തുസൂക്ഷിക്കാം. പ്രജകളുടെ ക്ഷേമത്തിൽ തൽപരനായ ഭരണാധികാരി നീതിമാനായ മാവേലി മന്നനെക്കുറിച്ചും പ്രകൃതിയെ സ്നേഹിച്ച നമ്മുടെ പൂർവികരെക്കുറിച്ചും നമ്മുടെ പരമ്പരാഗത കൃഷിരീതികളെക്കുറിച്ചും പ്രകൃതി രമണീയമായ സുന്ദരമായ ആ കാലഘട്ടത്തെക്കുറിച്ചും ഇന്നത്തെ തലമുറയ്ക്ക് ഈ ഓണനാളിൽ പറഞ്ഞുകൊടുക്കാം. കാലം ഒരുപാട് പുരോഗമനങ്ങൾക്ക് വഴിമാറി. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ലോകം തന്നെ കുതിപ്പ് നടത്തുന്ന ഈ വേളയിൽ ആഘോഷങ്ങൾ എപ്പോഴും ജനങ്ങൾക്ക് ഒരു ഇടത്താവളമാണ്. അവിടെ നാം സാധാരണ മനുഷ്യരായി ഐതിഹ്യങ്ങൾക്കും കെട്ടുകഥകൾക്കും വഴങ്ങി സന്തോഷത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. ലോകത്തെവിടെയുമുള്ള മലയാളികൾക്ക് തിരുവോണനാളിൽ തൻ്റെ നാടിനെയും അമ്മയെയും പൂക്കളത്തെയും കുടവയറനായ മാവേലി തമ്പുരാനെയും ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഓണാഘോഷങ്ങൾ പാരമ്യത്തിലെത്തി നിൽക്കുന്ന ഈ നിമിഷത്തിൽ പ്രകൃതി ദുരന്തത്തിൽ നമ്മെ വേർപെട്ടുപോയ നമ്മുടെ സഹോദരങ്ങളെ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ശ്രീജ ടീച്ചറിന്റെ മകളായ അനഘ PS-ന്റെ ഓണപ്പാട്ടോട് കൂടി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. മനസ്സിനുള്ളിലൊരോണം വിരുന്നു വരും നേരം ഞാനും എന്നോർമ്മയും കാത്തിരിപ്പൂ മൂകം പാടി വരും പാണൻ നാടി വരുന്നു ഞാൻ കൊഞ്ചിടും നെഞ്ചിലെ ചാഞ്ചക്കം തിരുവോണം അറുത്തെടുക്കും നെല്ലെല്ലാം പൊഴിച്ചെടുക്കും നേരത്ത് പുടവദാനം ചെയ്യാനായി പുതുമയെത്തും കാലത്ത് കനവിലും